എന്താ കഥകളിയാണ്? കയ്യിലൊരു പെരുപ്പ്. ഞാൻ ഈ ഓഫീസിൽ വന്നപ്പോ തൊട്ട് സാറിന് ഈ പെരുപ്പുണ്ടല്ലോ. സസ്പെൻഷൻ കിട്ടി വീട്ടിൽ ഇരിക്കുമ്പോ ചിലപ്പോ മാറുമായിരിക്കും. വേണോ? വേണ്ട. എന്നാ ഇത് വേഗം റെഡി ആക്കണം, കളക്ടറേറ്റിൽ കൊടുക്കാനുള്ള. ഓ ഇപ്പൊ റെഡി ആക്കാം. വേഗം ആയിക്കോട്ടെ. ഞാൻ ഒപ്പിട്ടിട്ടില്ല. ഒപ്പിട്ടില്ല, ഒപ്പിടണം. അത് ഞാൻ പറഞ്ഞിട്ട് ഒപ്പിട്ടാ മതി. അല്ല ഇടാ. പിന്നെ ഹാഫ് ഡേ ലീവാണ്. ആദ്യം അത് ശരിയാക്ക്. ഈ കസേരയിലൊക്കെ ആണുങ്ങൾ വന്നിരിക്കണം, അല്ലാതെ ഓരോ ഇതൊക്കെ അങ്ങ് എഴുതി കൊടുക്കേണ്ട കേസുകൾ വെറുതെ ആളായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ? ഇതാ ക്വാറന്റൈനിൽ കിടക്കണവരുടെ റിപ്പോർട്ട് കൊടുക്കാൻ പറയും നമ്മുടെ വാർഡില്ല. ഇതൊരു പ്രാവശ്യം കൊടുത്തതല്ലേ? അത് കൊടുത്തിട്ട് കാര്യമില്ല, ഇപ്പൊ ആള് കൂടിയിട്ടുണ്ട്. ആ ലിസ്റ്റ് കംപ്ലീറ്റ് സംസാരിച്ചില്ല, അത് വേറെ റെഡിയാണ്. ആ ഉറങ്ങാനാണേ. പൈസ കിട്ടുന്ന പണിയെടുത്തിട്ട് മാസം 6 ആയി. സാറേ ഞങ്ങളെ തിരിഞ്ഞിക്ക. ഏ ഞങ്ങൾ അന്ന് വന്നില്ലായിരുന്ന? ഞങ്ങൾ വന്നില്ലേ സർട്ടിഫിക്കറ്റിന്? ഞങ്ങളുടെ ഇത് എന്ത് സർട്ടിഫിക്കറ്റിന്? നമ്മുടെ ബന്ധം കാണിക്കണത്. ബന്ധം കാണിക്കുക? അവകാശ സർട്ടിഫിക്കറ്റ് ഇല്ലേ? ആരാ മരിച്ചത്? മരിച്ചത് അച്ഛൻ. അച്ഛൻ. അപ്പോ നിങ്ങള്? ഞാൻ മകനാണ്. മകനാണ്. ഞാൻ മകനാണല്ലോ. ഇത് അനുജൻ, എന്റെ അനുജനാണ്. രണ്ടും മകനാണ്. അത് ശരി. അപ്പൊ ഇവരാക്കാരാ? ഇത് സാക്ഷികളാ. സാക്ഷികളാ. മുട്ടമോനാണ് ഞാൻ. മന്മഥൻ, മുട്ട മന്മഥൻ. ഓ ഞാൻ മൊയ്തോണ്, മീൻ കച്ചോടാ. ആയിക്കോട്ടെ. അല്ല അതൊന്നും ഇവിടെ പറയണ്ട. പിന്നെ ഈ മരിച്ച ആളെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അറിയാമോ? ശീതളന്റെ വീട്ടിന്റെ വടക്കേ പുറത്താണ് ഞാൻ താമസിക്കണം. ശീതളന്റെ അച്ഛൻ അവിടെ ഇരുന്നുണ്ടൊരു ഏമ്പക്കം വിട്ടാ നേരെ എന്റെ വീട്ടിൽ കിട്ടും. മരിച്ച ആളെങ്ങനെയാണ് ഏമ്പക്കം വിടുന്നത്? അല്ല സാറേ, മരിക്കണന്റെ തലേ ദിവസവും അന്നും രണ്ടെണ്ണം വിട്ടിട്ടാ പോയത്. ഞാൻ കേക്കോർത്താണേ. കേക്കോർത്ത് ഞങ്ങളെ വീടിന്റെ ജനല കണ്ട് തുറന്നിട്ടാ ശീതളേട്ടന്റെ അച്ഛൻ കുളിക്കണ കാണാം. ഞാനും ഭാര്യ എന്നും കാണുമായിരുന്നു. കുളിമുറിയിൽ അച്ഛൻ മാത്രമല്ലേ കുളിക്കാറുള്ളൂ? അല്ല അത്രയും അടുത്താന്ന് പറയാണ് സാറേ. വന്ന കാര്യം വേഗം ശരിയാക്കി പോവാൻ നോക്കാം. എന്നാ പിന്നെ രേഖകളൊക്കെ എടുത്തോ. തിരിച്ചറിയൽ കാർഡൊക്കെ ആധാർ കാർഡ് അതാ ചോദിക്കും. ഫോട്ടോ ഒന്നും കണ്ടാൽ ഞാനത് മനസ്സിലാവില്ല. ഇതൊക്കെ കയ്യിൽ വെച്ച് ഇറക്കുകയാണല്ലേ? മറിമായം